കഴിഞ്ഞ 5 വർഷത്തിലേറെയായി വേലിയേറ്റ സമയത്തുണ്ടാകുന്ന വെള്ളപ്പൊക്കം കൊണ്ട് വലയുകയാണ് പുതുവൈപ്പുകാർ. എറണാകുളം ജില്ലയിലെ വൈപ്പിൻകരയിലെ പുതുവൈപ്പിൽ വേലിയേറ്റ വെള്ളപ്പൊക്കം കാരണം വർഷം മുഴുവൻ വെള്ളത്തിലാണ് ഈ നാട്. അധികാരികളുടെ മൗനം ഒരു ജനതയെ വെള്ളത്തിലാക്കിയിരിക്കുകയാണ്. അഖിലശ്രീയുടെ റിപ്പോർട്ട്. വെള്ളം വരദാനമായി നൽകിയ കരയാണ് വൈപ്പിൻകര. അതേ കര വെള്ളത്താൽ തന്നെ ഇല്ലാതെയാകുമോ എന്ന ആശങ്കയിൽപ്പെട്ട ഒരു കൂട്ടം കുടുംബങ്ങൾക്കിടയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ പുതുവൈപ്പിൽ വർഷത്തിൽ എല്ലാ ദിവസവും ഇതാണ് അവസ്ഥ. നേരിടുന്ന പ്രശ്നം ഈ വെള്ളക്കെട്ട്. ഞങ്ങൾക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങണ്ടേ, വയസ്സായ ആളുകളാണ്. എന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചു പോയി എന്ത് ചെയ്യും? ഇതിവിടുന്ന് പോണില്ല ഈ വെള്ളം. ഈ രാത്രിയൊക്കെ പിള്ളേര് വല്ല കടകളിലൊക്കെ പോണെങ്കിൽ ഈ ഇതിൽ നിന്ന് നീന്തിയാണ് പോണത്. ഇവിടെ ഈ റോഡൊക്കെ വെള്ളമായിരുന്നേ. ആ വഴി അതുപോലെ തന്നെയാണ്. ഇവിടുന്ന് അങ്ങോട്ട് തെക്കോട്ടൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. ഇതുപോലെ തന്നെ കിഴക്കോട്ട് കയറിയാലും ഈ രീതിയിൽ കിടക്കണേ. വെള്ളം മഞ്ഞെന്ന് പറഞ്ഞാൽ ഉപ്പ് വെള്ളമാണ്. കുഞ്ഞുങ്ങളൊക്കെ നടന്ന കാല് ചൊറിച്ചിലും വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഒരേ ലൈനിലുള്ള വിവിധ വീടുകളുടെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ചിലയിടത്ത് ചെളിവെള്ളമാണെങ്കിൽ ചിലയിടത്ത് ഇങ്ങനെ വെള്ളക്കെട്ടിലാണ് വീട് എല്ലാ ദിവസവും. നവംബർ മുതൽ ഡിസംബർ വരെയുള്ള കാലത്താണ് സാധാരണ വൃശ്ചിക വേലിയേറ്റം ഉണ്ടാകുന്നതെങ്കിൽ ഈ മാർച്ച് ആയിട്ടും ഇത്തവണ വൃശ്ചിക വേലിയേറ്റ സമയത്ത് കയറിയ വെള്ളം ഇറങ്ങിപ്പോയിട്ടില്ല. പുതുവൈപ്പിന് തന്ന 12 കോടിയോളം രൂപ ഇവര് അശാസ്ത്രീയമായിട്ട് ഈ തോടുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ തോന്നിയ പോലെ ഡ്രഡ്ജ് ചെയ്ത് നിർത്തിയേക്കണേ. സുനാമിക്ക് ശേഷം കയറിയേക്കണ എല്ലാ മാലിന്യങ്ങളും ഈ തോടുകളിൽ കയറി അടഞ്ഞ് പൂർണ്ണമായിട്ടും തന്നെ മൂടിക്കിടക്കുന്ന അവസ്ഥയാണ്. നിയമസഭ 2 കോടി രൂപ RMB കനാല് ഇരുകരകളിലും കല്ല് കെട്ടാനായിട്ട് പാസ്സാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. ഏറ്റവും അശാസ്ത്രീയമായിട്ടുള്ള ഒരു വികസന മാതൃകയാണ് അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഈ RMB കനാലും തോടുകളുടെ കരയിടിയാതിരിക്കാനായിട്ട് വ്യാപകമായിട്ട് കണ്ടലുകൾ വെച്ച് പിടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. കണ്ടില്ലേ, ഇതുപോലെ ബക്കറ്റിലും മറ്റു പാത്രത്തിലുമൊക്കെ വെള്ളം പിടിച്ചുകൊണ്ടാണ് ഈ നാട്ടുകാർ തങ്ങളുടെ കുടിവെള്ള ആവശ്യം നിറവേറ്റുന്നത്. പൊക്കാളി കൃഷിയും ചെമ്മീൻ കൃഷിയും ഒക്കെയായി നടന്നവരാണ് മുറ്റത്തൊരു പുൽനാമ്പ് പോലും ഇല്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ വലയുന്നത്. സമഗ്ര പദ്ധതി വേണമെന്നാണ് ഇവരുടെ ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് ശരത്തിനൊപ്പം റിപ്പോർട്ടർ അഖിലശ്രീ ഇൻ റിപ്പോർട്ടർ. ഓരോരുത്തർക്കും ഓരോ ദുരിതമാണ്. പുതുവൈപ്പിന്റെ ദുരിതം ഈ വേലിയേറ്റത്തിന്റെ ദുരിതമാണ്. ആ കാഴ്ചയാണ് അഖിലശ്രീ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.